ഹലോ എവരിവൺ, ഡ്രീംസ് വിത്ത് സിനിയ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മഹത്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. അപ്പോൾ നമുക്ക് വേഗം ഇന്നത്തെ വർക്ക് കാണാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സ്റ്റിച്ചാണ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച്. പേര് പോലെ തന്നെ വളരെ ഈസിയായ സ്റ്റിച്ചാണിതും. നമുക്ക് നോക്കാം. ആദ്യം താഴെ നിന്ന് നീഡിൽ മുകളിലേക്ക് ഉയർത്തിയെടുത്തിട്ട് സ്ട്രെയിറ്റായി താഴെ പോയിന്റിലേക്ക് തന്നെ താഴ്ത്തണം. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ തൊട്ടടുത്ത് സെൻറ്റർ സൈഡിലായിട്ട് നീഡിൽ ഉയർത്തിയെടുത്ത് വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് താഴ്ത്തിയാൽ മതി. ഇപ്പോൾ ലോങ് സ്റ്റിച്ചും ഷോർട്ട് സ്റ്റിച്ചുമായി. ഇത് അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെ ചെയ്താൽ മതി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളാണ് ഈ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച്. ഫ്ലവറിലൊക്കെ ഈ സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ ഒരു പെറ്റൽ വരക്കുന്നുണ്ട്. ഇതിലിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് ഡാർക്ക് കളറിൽ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഡാർക്കിൻ്റെ ലൈറ്റ് കളർ പല വലുപ്പത്തിൽ ഷോർട്ട് സ്റ്റിച്ചായി ഇട്ട് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നീട് വരുന്നൊരു വീഡിയോയിൽ ഞാൻ ഈ വർക്ക് കാണിക്കാം. ഇന്നത്തെ വർക്ക് ചെയ്യാൻ ഞാനിവിടെ ഒരു മാപ്പ് വരച്ചിട്ടുണ്ട്. ഔട്ട്ലൈൻ ബ്ലാക്ക് കളർ ത്രെഡ് ഇട്ട് നമുക്ക് ആദ്യം ബാക്ക് സ്റ്റിച്ച് കൊടുക്കാം. ഫസ്റ്റ് കളർ ഇട്ട് കൊടുത്ത് ലോങ് ആൻഡ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്റ്റിച്ച് നമുക്ക് ഡ്രസ്സിൻ്റെയൊക്കെ നെക്ക് സ്ലീവിലൊക്കെ ബോർഡർ സ്റ്റിച്ചായും യൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടമനുസരിച്ച് രണ്ട് സ്റ്റിച്ചുകൾ തമ്മിലുള്ള അകലം, വലിപ്പം ഒക്കെ നമുക്ക് തീരുമാനിക്കാം. ഈ സ്റ്റിച്ചിൻ്റെ പണിയും എളുപ്പമാണ്. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെറ്റിപ്പോവുകയൊന്നുമില്ല. ചില സ്റ്റിച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരേ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം. ചെറുതായി ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ തന്നെ പണി പാളും. ഈ സ്റ്റിച്ച് അങ്ങനെ യാതൊരു പ്രോബ്ലവും ഉണ്ടാക്കില്ല. ഇനി ഫൈനൽ കളർ കൂടി ഇട്ട് ചെയ്യാം.
നൈനിക്കുട്ടിയുടെ ചാനൽ ഡേയ്സ് വിത്ത് നൈനികയിലും ഇന്നൊരു ഡാൻസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ടൈം കിട്ടുമ്പോൾ എല്ലാവരും അത് വന്ന് കാണണം. ഇനി ലാസ്റ്റ് വർക്കിലേക്ക് കയറാം. ഇനി ലാസ്റ്റ് വർക്കിലേക്ക് കയറാം. ഇവിടെ സ്പോക്സ് കൂടി ബ്ലൂ ത്രെഡ് ഇട്ട് കൊടുത്താൽ നമുക്ക് ചെയ്യാം. നമുക്ക് 24 സ്പോക്സ് ഒന്നും ഈ ചെറിയ റൗണ്ടിൽ ചെയ്യാൻ പറ്റില്ല, പറ്റുന്നത്രയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ പതിവ് പോലെ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ഉടനെ വരാം മറ്റൊരു നല്ല വീഡിയോയുമായി. താങ്ക്സ് ഫോർ വാച്ചിങ്.